എല്ലാവർക്കും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വന്നിട്ട് പഴനിയിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുതിയ ശേഷമാണ് നമ്മൾ പഴനിയിലോട്ട് യാത്രയായത്. കാലത്ത് ഞങ്ങളൊരു 5 മണിക്കൊക്കെ എണിച്ച് ഫ്രഷായ ശേഷം മെല്ലെ ഡ്രസ്സൊക്കെ ചെയ്ത് പുറപ്പെട്ട സമയമാണെങ്കിൽ 6 മണി. അപ്പോൾ അടുത്തുള്ളൊരു അമ്പലത്തിനോട് പോയ ശേഷം 6-6:30 ഏകദേശം ഈ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ആയാലും രാവിലെ കാലത്ത് പോയി തൊഴുതുന്നൊരു ഫീല് ഒരിക്കലും നമുക്ക് ഒരു ഉച്ചനേരത്ത് വൈകിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ രാവിലെ ഒരു 8-8:30 ആകുമ്പോഴേക്ക് എത്ര എന്നുള്ള കണക്കൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴനിയിലുള്ള യാത്ര വന്നിട്ട് ഏകദേശം ഞങ്ങൾ 1.5 വർഷത്തോളം ആയിട്ടോ പഴനിയിൽ പോയിട്ട്. അതിന് മുമ്പ് പോയതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകണം എന്നുള്ള സമയത്തൊക്കെ ഓരോ പ്രശ്നങ്ങൾ തമ്മിൽ ഡിലേ ആയി പോയി. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ നേർച്ചയായ ശേഷം നമ്മൾ എന്തായാലും കൺഫേമായിട്ട് പോകണം പറഞ്ഞുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും അനിയൻ ബ്രദറും ഞാനും എല്ലാവരും ഉണ്ട്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ മുണ്ടനം ചെയ്യുന്നത് രാവിലെ 8:30 തന്നെ അവിടെ നേരത്തെ എത്തിക്കഴിഞ്ഞ് നമ്മളത് അതിൻ്റെ തലയൊക്കെ മുണ്ടനം ചെയ്ത് മേലോട്ട് കയറുമ്പോഴത്തേന് ടൈമാവും. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ എത്താമെന്നുള്ള തീരുമാനമായത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 8:30 ഇതാണ് ഭഗവാനുടെ പഴനിയിലെത്തി. പഴനിയിൽ വന്നിട്ടുള്ള അവിടുത്തെ ഗവൺമെൻറ്റിന് തന്നെയുള്ള പഴനിയിൽ തന്നെ ദേവസ്ഥാനം തന്നെയുള്ള പാർക്കിങ്ങിൽ നിർത്തുന്ന സമയത്ത് നമ്മൾ അടുത്ത പഴനി മലയും കാണും, തൊട്ടടുത്ത് ഇടമ്പൻ മലയും കാണും കേട്ടോ. അപ്പോൾ അവിടെ എത്തി. ഞങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് എവിടെയാണെന്ന് മുട്ടിയടിക്കാന്നുള്ള പ്ലാനും ചെയ്തിട്ട് നമ്മൾ വണ്ടി ഒന്ന് ലോക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ അതിനുള്ള ഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം എടുത്ത ശേഷമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ തന്നെ ഈ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ ഒരു ദേവസ്ഥൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ. അതിൽ അവിടെ ചെയ്തില്ല. ഇത് നമ്മളിപ്പോൾ ഓൾറെഡി ഫ്രീ ബസ് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് പഴനിൻ്റെ ദേവസ്ഥൻ്റെ തന്നെ ഫ്രീ ബസ് ഉണ്ട്. അതുകൊണ്ട് വലിയ യാത്രാ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പാർക്കിംഗ് ഏരിയ നമ്മളിപ്പോൾ ദേവസ്ഥൻ്റെ മുട്ടയടിയിലുള്ള അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ദേവസ്ഥൻ്റെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതാണ്, ഇത് കൗണ്ടറാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കും. ഫ്രീ പാസ്സാണ്. ഫ്രീ പാസ് എടുത്ത ശേഷം ഇവർ അടിക്കുന്നവർക്ക് അവർ കൺഫേം ആയിട്ട് നമ്മുടെ 100 രൂപ വാങ്ങും കേട്ടോ. ഫ്രീ പാസിനേ ഉള്ളൂ. ഞാനും അച്ഛനും അനിയനും മുട്ടയടിച്ചു. ഭഗവാന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഫ്രണ്ടിലെത്തി ജസ്റ്റ് ഒന്ന് ഞാൻ ഭഗവാന്റെ ചന്ദനമൊക്കെ തേച്ചതിന് ശേഷം പഴനിയിലോട്ട് ഫ്രണ്ടിൽ ഗണപതി ഭഗവാനെ തൊഴുതി മല കയറാൻ പറഞ്ഞ സമയത്ത് നമ്മൾ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊബൈൽ ഇപ്പോൾ പുതിയതായിട്ട് പോകുന്നവർക്ക് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതെന്ന് വെച്ചാൽ മൊബൈൽ ഉള്ളിലേക്ക് അലൗഡല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി പർപ്പസായിട്ട് മൊബൈൽ എടുക്കുന്നില്ല. നമുക്ക് വെളിയിൽ നിന്നിട്ട് ഭഗവാന്റെ പടീൻ്റെ താഴെ നിന്നിട്ട് എത്ര വേണമെങ്കിലും ഫോട്ടോസൊക്കെ എടുത്താണ്. ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഫ്രണ്ടിലോട്ടൊന്നും അല്ലാണ്ട് ഉള്ളിലേക്ക് മൊബൈൽ അലൗഡല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മേലത്തെ പഴനിയിലുള്ള വിഷ്വലൊന്നും നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. സോറി. എന്ന് വെച്ചാൽ നമ്മൾ ലോക്കർ റൂമിൽ വെക്കേണ്ട വന്നു. ഞാൻ ഉള്ളിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും അവർ കറക്റ്റായിട്ട് ബാഗിൽ നിന്ന് ചെക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ പഴനി ഭഗവാനെ കണ്ട് തൊഴുതി ഇറങ്ങിയ ശേഷം തിരിച്ച് ഫ്രീ ബസ് ഉണ്ടല്ലോ അതിലോട്ട് തിരിച്ച് നമ്മുടെ പാർക്കിംഗ് ഏരിയയ്ക്ക് കൊണ്ട് വിട്ടു കേട്ടോ. വിട്ട ശേഷം നമ്മൾ ഇതുണ്ടോ ചെറുതായിട്ടൊരു കുഞ്ഞ് ഷോപ്പിങ്ങൊക്കെ നടത്തിയ ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അവിടെ ഷോപ്പിങ്ങൊക്കെ വലിയ ഈ ഡോൾസ് കാര്യങ്ങൾ കീ ചെയിൻസ് ഇതെല്ലാം നല്ല അത്യാവശ്യം റേറ്റിലായിരുന്നു. വളരെ റേറ്റ് കമ്മിയായിട്ടുള്ള റേറ്റാണ്. 10 രൂപ ചെറിയ റേറ്റായിരുന്നു. അതൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ അടിപൊളി യാത്രയായിരുന്നു പഴനി യാത്ര കേട്ടോ. അപ്പോൾ പഴനിയിലുള്ള കാര്യങ്ങൾ പുതിയ അപ്ഡേഷൻ ഇതൊക്കെയാണ്. അതായത് ഇപ്പോൾ മൊബൈൽ കയറ്റത്തില്ല. പിന്നെ കുറച്ചും കൂടെ പഴയ പോലെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ ആൾക്കാരൊക്കെ അടക്കാരും നമ്മളടുത്ത സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിനുള്ള ഉപദ്രവമൊന്നുമില്ല. സൈഡിലുള്ള കടകൾ പാർക്കിംഗ് എല്ലാം സൗകര്യമാക്കി മാറ്റിയിട്ടുണ്ട്. 10 ജനങ്ങൾക്ക് ഇപ്പോൾ സുഖമായിട്ട് പോയി തിരിച്ചു വരാം. എന്നുവെച്ചാൽ വലിയ പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ ഒരുപാട് കടക്കാർക്ക് നമ്മളടുത്ത് വന്നിട്ട് ചേട്ടാ അത് എടുക്കും പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇതേപോലുള്ള യാത്രകളും വീഡിയോസുകളും അമ്പലയാത്രകൾ വേറെ യാത്രകളെല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ. ഇനിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം.